ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. അതായത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിലിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സീക്രട്ട് ഡിസയറാണ് നമ്മളിത് നോക്കുന്നത്. അവരുടെ ഒരു സീക്രട്ട് ഫീലിങ്സ് ആണ്. അവരെങ്ങനെയാണ് നിങ്ങളെ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, നിങ്ങൾ അത്രയധികം സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കറൻ്റ്ലി ഒരു ഡിഫെൻസീവ് മോഡിലാണ് നിൽക്കുന്നത്. അതായത് ഇവർ നിങ്ങൾക്ക് യാതൊരു പിടി തരുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിപ്ലൈ തരാതെ ഇരുന്നിട്ടുണ്ടാവാം. അപ്പോൾ ഒരു എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയതിൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെയും കൂടി ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പറയുന്നുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ആ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ഉള്ളവരുടെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ചിലവർക്കെങ്കിലും ആ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഡിഫെൻസീവായിട്ട് പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ തീർത്തും നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മൈൻഡിലുള്ളൊരു തോട്ട് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലൊരു സെപ്പറേഷൻ വരാനായിട്ട് നിങ്ങളുടെയും കൂടി ഒരു എഫേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർ മാത്രം കാരണമായതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചതെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ കരുതുന്നത്. നിങ്ങൾക്കും അതിനോടൊപ്പം തന്നെ ഒരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു വിശ്വാസം. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു മോഡിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ അവരുടെ ലൈഫ് അത്രത്തോളം പ്ലസൻ്റ് അല്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഈവൻ ഇഫ് അവരൊരു തേർഡ് പാർട്ടിയോടൊപ്പം ആണിപ്പോൾ ഉള്ളതെങ്കിൽ പോലും അവിടെ എന്നും അവർക്കൊരു സമാധാനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസ് നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ അവർ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് അവർക്കും സഹിക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം കൈവിട്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ നിങ്ങളും കൂടി ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് തന്നെയാണ് അവരുടെ മൈൻഡിലുള്ളൊരു തോട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എങ്ങനെയാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാനുള്ളൊരു കാര്യം നിങ്ങളും കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങളും കൂടി അതിന് ഉത്തരവാദിയാണെന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളും സെയിം ആ ഒരു മിറർ പോലെ തന്നെ നിങ്ങളും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവരാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലാവാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇവരുടെ അശ്രദ്ധയാണ്. കുറച്ചും കൂടി ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയാണ്, അവരെ പോലെ തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പർപ്പസ്ഫുള്ളി എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. അതിന് ഒരു റീസണും ഇല്ലാത്ത ഒരു സെപ്പറേഷൻ അല്ല ഇത്. തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒന്ന് സഹകരിച്ച് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആ ഒരു സിറ്റുവേഷൻ വളരെ കാര്യമായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സെപ്പറേഷനിലേക്ക് ഇത് പോവില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സെപ്പറേഷന് കാരണമായിട്ട് നിന്ന എന്താണോ, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനാണോ അതിപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് റീയൂണിയൻ ആവാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണ് പഴയതുപോലെ നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തതിൻ്റെ ഒരു റീസൺ ഇപ്പോഴും അവിടെ വാലിഡായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും വേദനിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയതിൽ അവർക്ക് ഉള്ളുകൊണ്ട് ശരിക്കും അവർ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ ഇമോഷണലി എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള ആ ഒരു റീസൺ ഇപ്പോഴും അവിടെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. അത് അവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. അല്ലെങ്കിൽ അതിപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിബന്ധനകൾ വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത് അവരെയും കൂടി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് ഒരു നിരാശ കലർന്ന ഒരു ദേഷ്യം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം പരിതപിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു മൈൻഡ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സെപ്പറേഷന് കാരണം എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ മെരീറ്റൽ റിലേഷൻഷിപ്പ് ആവാനും സാധ്യതയുണ്ട്. ചിലർക്കെല്ലാം ആ ഒരു രീതിയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ തന്നെയായിരിക്കാം മുൻപന്തിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സെപ്പറേഷൻ മൂലം ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കാം. ഇവിടെ ഈ ഒരു വ്യക്തി വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സെപ്പറേഷനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ട്രാജിക് സിറ്റുവേഷനും കൂടി ഉൾക്കൊണ്ടാണ് അവർ വിഷമിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ക്ലിയർ ആവാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻ ബിറ്റ്വീനുകളുണ്ട്. ഒരുപക്ഷെ അത് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതായിരിക്കാം. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് തന്നെ അവരത് കേൾക്കാൻ നിൽക്കാഞ്ഞതായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും മാച്ചിങ് ആവാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണും തീർച്ചയായിട്ടും അതെല്ലാം പറഞ്ഞ് തീർക്കണം, അല്ലെങ്കിൽ ഓപ്പണായിട്ടൊന്ന് സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സം അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അവർക്കും നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ അതാണ്. അല്ലാതെ മനഃപൂർവ്വം ആ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി വെച്ചിരിക്കുകയല്ല, പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് അവർ ഈ ഒരു സമയത്ത് നിർബന്ധിതരായിട്ടിരിക്കുകയാണ്. ഇവിടെ അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി പോലെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവണമെന്നില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫാമിലി തന്നെയാണ്. അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പോലും ആ ഒരു രീതിയിൽ അത്രയും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു കെയർ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുത്തിരുന്ന ഒരു ബന്ധം തന്നെയാണിത്. അത്രത്തോളം നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ മാത്രമല്ല ഈ ഒരു പേഴ്സണും അതിനുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും സ്നേഹമുണ്ട്, നിങ്ങൾക്കും ഉണ്ട് അവർക്കും ഉണ്ട്. രണ്ടുപേരും പരസ്പരം വീണ്ടും ഒന്നിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇൻബിറ്റ്വീനുള്ള തടസ്സങ്ങൾ മാറിപ്പോവാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടുപേരും പരസ്പരം പോയിൻ്റ് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. നീയാണ് ഇതിനുള്ള റീസൺ, അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിനുള്ള റീസൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവർ തന്നെയാണ് ഇതിനൊരു റീസൺ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ അവരും അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ സ്നേഹം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സെപ്പറേഷന് പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഓപ്പോസിറ്റുള്ള ആളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയായി, അല്ലെങ്കിൽ ഇതിന് എൻ്റെ പങ്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇവിടെ നിങ്ങൾ രണ്ടുപേരും തിങ്ക് ചെയ്യുന്നില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളെ കുറ്റപ്പെടുത്താനായിട്ടാണ് ആ ഒരു ശ്രമം നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന എനർജീസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്രയും വേഗം വരണം, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം, നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ല യോജിപ്പിൽ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം സൈലൻ്റായിട്ട് മതി എന്നാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി മറ്റൊരാൾ അറിയരുത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലിയേഷൻ ആരും അറിയാതെ തൽക്കാലം ഇത് സൈലൻ്റായിട്ട് പോയാൽ മതി, ഇതിനൊരു സീക്രസി വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ലൗഡായിട്ട് വിളിച്ച് പറയാനായിട്ട് അവരുടെ മൈൻഡ് റെഡിയല്ല. വളരെ സീക്രറ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പാരയായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ അത്തരത്തിൽ നിങ്ങൾ തമ്മിൽ യോജിക്കരുതെന്ന് വിചാരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവാം, അവരുടെ ഫാമിലിയിൽ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു തടസ്സം ഇപ്പോഴും പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പേടിച്ചിട്ടായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർത്ത് ഇത് മുൻപോട്ട് പോകണം. പക്ഷേ ഇത് ആരും അറിയണ്ട, അല്ലെങ്കിൽ ആരെയും അറിയിച്ചുകൊണ്ട് വേണ്ട എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ തീരുമാനം. അപ്പോൾ കറൻലി ഇവരുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങി എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവർക്കിപ്പോൾ കഴിയില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ത്രാണി ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുള്ളതാണ്.
എല്ലാവരുടെയും മുൻപിലൂടെ വന്ന് അല്ലെങ്കിൽ എന്താണോ പ്രോബ്ലം അത് കംപ്ലീറ്റ് ആയിട്ട് തട്ടി മാറ്റി മുൻപോട്ട് പോകാൻ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്കിപ്പോൾ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഭയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പകരമായിട്ടാണ് അവരിപ്പോൾ സീക്രട്ടായിട്ട് മതി എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മുന്നിട്ട് ഇറങ്ങി നിന്ന് 10 പേരുടെ മുൻപിൽ ചെയ്യാനുള്ള ഒരു ഗഡ്സി ഒരു പേഴ്സൺ നമുക്ക് ഈ ഒരു സമയം കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ സീക്രട്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം എന്ന് നിങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കുന്നുണ്ടാവില്ല. കാരണം ഇവർക്ക് മുൻപോട്ട് ഇറങ്ങിയ ആ ഒരു ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തുകൂടെ, എന്തിനിങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കണം എന്നെല്ലാം കുറച്ച് പേരെങ്കിലും തിങ്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യത്തിലും ഈ ഒരു പേഴ്സണൊരു സ്ട്രഗിൾ ഉണ്ട്. പക്ഷേ ഇവർക്കിപ്പോൾ കറൻ്റ്ലി 10 പേരുടെ മുൻപിലൂടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും കമ്മ്യൂണിക്കേഷനായിട്ട് വന്നിട്ട് ഇതുപോലെയുള്ളൊരു ഒപ്പീനിയൻ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനോടൊരു എതിർപ്പാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ വീണ്ടും വഴക്കിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവം തോന്നിക്കുന്നൊരു സിറ്റുവേഷനാണ്. ഒന്നും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെ മൊത്തം ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്, മൊത്തം തടസ്സങ്ങളാണ്. ഇനി ആകെ എന്തെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെയാണ്. നിങ്ങൾ ഇഷ്ടവുമുണ്ട്, അതേസമയം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയും അതുപോലെ തന്നെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു മിറർ ഇമേജ് പോലെയാണ്. ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുന്ന കാർഡ്സ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത്രത്തോളം ഒരു റൊമാൻറ്റിക്കായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് പല സമയത്തും ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തോന്നുന്നുണ്ടാവാം. പലപ്പോഴും നിങ്ങൾക്കും ഇവരെ മിസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇവരടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതിനോടൊപ്പം തന്നെ എന്നാലും എന്നോടിങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നു, നിങ്ങൾക്ക് ഓപ്പണായിട്ട് വന്നൂടെ എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്നുള്ള 2 പേരുടെ മൈൻഡ് വോയിസ് ഇങ്ങനെയാണ്. ഈക്വലി നിങ്ങൾ ഒരേ സമയം തന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ഒരേ സമയം പരസ്പരം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇവിടെ ഇങ്ങനെയുള്ളൊരു സെപ്പറേഷൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമ ഇല്ലാത്തതാണ്. സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരാൾ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ വെസ്റ്റ് എന്ന് പറയും. അതുപോലത്തെ ഒരു പ്രകൃതിയാണ്. അല്ലെങ്കിൽ ഏതൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുള്ളപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വഴക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ഒത്തൊരുമ ഇല്ലാത്ത തന്നെയാണ് ഇവിടുത്തെ ആ ഒരു മെയിൻ സ്ട്രഗിൾ. അല്ലാന്നുണ്ടെങ്കിൽ ഏത് തേർഡ് പാർട്ടി നിങ്ങൾക്ക് ഇടയിലുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഒബ്സ്റ്റക്കിൾസ് എങ്കിലും നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ തമ്മിലൊരു യൂണിറ്റി ഇല്ല. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡൊക്കെ ഒരേപോലെ ചിന്തിക്കുന്നുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ പുറമെ നിങ്ങളൊന്ന് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും പ്രശ്നങ്ങളാവും, അല്ലെങ്കിൽ വീണ്ടും അടിയാവുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ ഒരു എനർജിയൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് റെസനേഷൻ തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരുപാട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പോലും സംസാരിച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു കാര്യമില്ലാണ്ട് അടിയാവുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. എത്ര പേർക്ക് അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രത്തോളം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതെങ്കിലും ഇവരിവിടെ ഒരു ഹോപ്പ് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ ആകെ ആശ്വസിക്കാനായിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷൻ മാറി മറിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയതുപോലെ വരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. മേ ബി നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കാം കരുതുന്നത്. ഒരു ഡിവൈൻ യൂണിയൻ നിങ്ങൾ തമ്മിൽ സംഭവിക്കും, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിലുള്ളൊരു തടസ്സം അതെല്ലാം മാറിപ്പോകുന്ന ഒരു സമയം വീണ്ടും വരും. നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ആവാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കാം നിങ്ങളുടെയും ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും ഒത്തിരി സ്നേഹമുണ്ട്, അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മിസ്സിങ്ങൊക്കെ 2 പേർക്കും ഉണ്ട്. പക്ഷേ പരസ്പരം ഞാൻ പറഞ്ഞതുപോലെ ഒരു യൂണിറ്റി ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരുമിച്ച് പോകണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയില്ല. സ്നേഹം മാത്രം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്ക് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിന് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് വളരെ ഒരു ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തമ്മിൽ ധാരാളം സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റിമസി ഉണ്ട്. 2 പേർക്കും നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. പക്ഷേ ആ ഒരു കുറ്റപ്പെടുത്തൽ, അതിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇതൊരു നോ കോൺടാക്റ്റ് അല്ല, ചിലർക്ക് ഇതൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം.
അപ്പോൾ അങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ വരുന്നത് നിങ്ങളവിടെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങളവിടെ നിന്ന് മാറിപ്പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനാണ് അവർ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നറിയാനൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു ഒബ്സ്റ്റക്കിൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാതെ തന്നെ ഇവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ആ ഒരു സ്വരച്ചേർച്ച ഇല്ലാണ്ട് നിൽക്കുകയായിരിക്കും. കാരണം അവരിങ്ങനെ ഒരു സജഷൻ വെച്ചപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജീസും ചിലപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടേക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന അനുഭവമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ക്ലൂസിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ ബി ആണ്. ബി ആണ് കേട്ടോ. ബി ഫോർ ബാറ്റ്. പൈസസ് സോഡിയക് സൈൻ. നമ്പർ 10. ലെറ്റർ സി. ലിബ്ര സോഡിയക് സൈൻ. നമ്പർ 16. ജൂലൈ മന്ത്. ജാനുവരി മന്ത്. Letter I. Scorpio zodiac sign. December month. Kollam district. Idukki district. Sagittarius zodiac sign. Number 4. Letter P. Letter S. Virgo zodiac sign. Trivandrum. Letter H. Wayanad. Letter E. Number 21. Number 20. Number 31. Palakkad district. Letter A. Number 24. And finally letter J. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അവർക്ക് ഒത്തിരി ഇഷ്ടമുണ്ട് നിങ്ങളോട്, അല്ലെങ്കിൽ ഒരുപാട് താല്പര്യമുണ്ട്. പക്ഷേ കുറച്ച് ഇങ്ങനെയുള്ളൊരു നേച്ചറാണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്കിടയിലുള്ള തടസ്സം, അത് പോയിട്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.